Hi dear students, we were discussing the chapter vector integration in which we were discussing the double integrals in polar form. Now we are discussing one more problem. Find the center of mass of the lamina that corresponds to the region bounded by one leaf of the rose r equal to 2 sin 2 theta in the first quadrant if the density at a point P in the lamina is directly proportional to the distance from the pole. Okay, ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു ലാമിന തന്നിട്ടുണ്ട്. ലാമിനയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാമിന ഈസ് ബൗണ്ടഡ് ബൈ ദി വൺ ലീഫ് ഓഫ് ദി റോസ് ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫിൽ വരുന്നത് അതൊരു ഫ്ലവർ ലൈക്ക് ഫിഗർ ആണ് വരുന്നത്. അതിൻ്റെ ഒരു ലീഫ് ബൗണ്ടഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഈ ഒരു ലീഫാണ് ഇതിൽ വരുന്നത്. അത്രയും ഭാഗം ബൗണ്ട് ചെയ്യുന്ന ഇതാണ് ഇവിടെയുള്ള ലാമിന. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദി സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സ് ബാർ വൈ ബാർ സെഡ് എക്സ് ബാർ ബൈ വൈ ബാർ ആണ് വരുന്നത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എം വൈ സെഡ് ബൈ എം എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എം വൈ ബൈ എം എന്നുള്ളത്. നമ്മൾ 2 വേരിയബിൾസ് എടുക്കുന്ന സമയത്ത് എം വൈ ബൈ എം ആണ് എക്സ് ബാർ വരുന്നത്. വൈ ബാർ ഇസ് ഈക്വൽ ടു എം എക്സ് ബൈ എം എന്നുള്ള ഫോർമുലയാണ് വരുന്നത്. ഇവിടെ എം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് എം കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ റോ ഡി എ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പോളാർ ഫോർമുലയ്ക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ പോളാർ ഫോർമുല ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്നുള്ളത് പോളാർ ഫോർമുല ആണ്. അപ്പോൾ അതുകൊണ്ട് പോളാർ ഫോർമുലയുള്ള ഇൻ്റഗ്രലാക്കി നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ആർ എന്നുള്ള റീജിയൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് തന്നിട്ടുള്ള ലാമിന നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യുക. ആ സ്കെച്ച് ചെയ്തിട്ടുള്ള റീജിയനെ നമ്മൾ ആർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കെച്ച് ചെയ്യുന്ന ലാമിനയുടെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജിയോജിബ്രയിൽ ഇതൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിനെ ജിയോജിബ്രയിൽ എടുത്ത് ഇതിനെ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ വരുന്നത് കർവ് ഈക്വൽ ടു എ ഈക്വൽ ടു ദി കർവ് സൈൻ 2 തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ എന്നുള്ള ഫോമിലാണ്. ഇത് 2 പൈയുടെ വാല്യൂ 6.28. ഏകദേശം ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള വാല്യൂ വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പാർട്ട് മാത്രം എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഫിഗർ വരുന്നത്. ഓക്കെ, നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ ആർ ഈക്വൽ ടു ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആർ ഈക്വൽ ടു 2 സൈൻ 2 തീറ്റ എന്നുള്ളതാണ്. ആർ ഈക്വൽ ടു 2 സൈൻ 2 തീറ്റ എന്നുള്ളതിൻ്റെ ഫിഗർ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇനി ഇതിൽ ഒരു ലൈന് റേ വരയ്ക്കുകയാണ് വേണ്ടത്. ഒരു റേ നമ്മൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു റീജിയനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റേ വരക്കുന്നു. അപ്പോൾ റേ ഏകദേശം ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഈ റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആർ ഈക്വൽ ടു 0 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ആർ ഈക്വൽ ടു 0 നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ 0 അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ വന്നു. അപ്പോൾ ആർ ഈക്വൽ ടു 0 ഇത് റീജിയനിൽ എൻട്രി ചെയ്യുകയും ഈ ഒരു കേവിലാണ് ഇത് റീജിയനിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. അപ്പോൾ കേവിൻ്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ആർ എന്നുള്ളത് ആർ ഈക്വൽ ടു 0 ടു ആർ ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്നുള്ളതാണ് ആറിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ഈ ഒരു റീജിയനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റേനെ എവിടം തൊട്ട് എവിടം വരെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ആർ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 നിന്ന് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നു. റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേ എന്നുള്ളത് എൽ എന്നുള്ള ലൈന് ഈ വൈ ആക്സിസിന് പാരലലായിട്ട് വരണം. അതായത് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരെ വേരി ചെയ്യണം. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് തീറ്റ എന്നുള്ളത് തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആണ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് തീറ്റ വരുന്നത്. ഓക്കെ, അത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് r equal to 0 to r equal to 2 sin 2 theta, and limit of integration of theta is theta equal to 0 to theta equal to pi by 2. Okay, next നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് ഡെൻസിറ്റി. നമ്മൾ പറഞ്ഞു മാസ് കാണാനുള്ള ഫോർമുല എന്നുള്ളത് m ഈക്വൽ ടു
ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ, ആറിൻ്റെ റീജിയൻ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമുക്ക് കിട്ടി റോ ഇൻറ്റു ഡി എ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റോ നമുക്ക് തന്നിട്ടുള്ളത് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു the density at a point P in the lamina is directly proportional to the distance from the pole എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. പോളിൽ നിന്ന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വി ക്യാൻ ടേക്ക് റോ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ആർ എന്നുള്ള ഫോമിൽ എടുക്കാം. മോഡുലസ് ആർ എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് മോഡുലസ് ആർ എന്നുള്ള എടുത്തിട്ടുണ്ട്. മോഡുലസ് ആർ എന്നുള്ള മോഡുലസ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആർ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പോസിറ്റീവ് വാല്യൂ തന്നെയാണ് എപ്പോഴും വരുന്നത്. സോ റോ ഈക്വൽ ടു കെ ആർ എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ റോ ഈക്വൽ ടു കെ ആർ എന്നുള്ള എടുക്കുന്നത് കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇത് എടുക്കാനുള്ള കാരണം ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റോ ഈസ് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ അല്ലെങ്കിൽ ഫ്രം ദി പോൾ എന്നുള്ളത് തന്നുകൊണ്ടാണ് റോ ഈക്വൽ ടു കെ ആർ എന്നുള്ള ഫോമുല നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എം കാണാനുള്ള ഫോമുല ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ റോ ഡി എ എന്നുള്ളത്. അപ്പോൾ അത് ഇനി നമുക്ക് എം കാണാനുള്ള ഫോമുല നമുക്ക് എടുക്കാൻ പറ്റും. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കെ ഇൻറ്റു ആർ ഡി എ എന്നുള്ളത്. എ ഡി എ എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാം. സ്മോൾ പോർഷൻ്റെ ഏരിയ എലമെന്റ് ഡി എ എന്നുള്ളത് പോളാർ ഇൻറ്റഗ്രൽസ് വരുന്ന സമയത്ത് ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് നമ്മൾ 0 to π/2 0 to 2 sin 2 തീറ്റ ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ എന്നുള്ള ഫോമിൽ നമ്മൾ എടുത്തു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8 ഇൻറ്റു സൈൻ ക്യൂബ് 2 തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിലാണ് വരുന്നത്. സൈൻ ക്യൂബ് 2 തീറ്റ എന്നുള്ളതിനെ 1 മൈനസ് കോസ് സ്ക്വയർ 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി. സൈൻ സ്ക്വയർ തീറ്റനെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ സ്ക്വയർ 2 തീറ്റനെ 1 മൈനസ് കോസ് സ്ക്വയർ 2 തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി. ഇനി നമ്മൾ കോസ് 2 തീറ്റ എന്നുള്ളതിന് യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ലെറ്റ് യു പുട്ട് യു ഈക്വൽ ടു കോസ് 2 തീറ്റ, പുട്ട് യു ഈക്വൽ ടു കോസ് 2 തീറ്റ. കോസ് 2 തീറ്റക്ക് യു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി യു ബൈ ഡി തീറ്റ ഈക്വൽ ടു നമുക്ക് കിട്ടുക കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു സൈൻ 2 തീറ്റ എന്നുള്ള ഫോമിൽ കിട്ടും. ഡി തീറ്റ എന്നുള്ളതിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ -2 സൈൻ 2 തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ കിട്ടും. സോ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി യു ബൈ -2 സൈൻ 2 തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ ഡി തീറ്റ. സൈൻ 2 തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ഡി യു ബൈ 2 എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അപ്പം സൈൻ 2 തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ 2 എന്നുള്ള ഫോമിൽ കിട്ടി. ഈ തീറ്റ ഈക്വൽ ടു 0 എന്ന സമയത്ത് യു ഈക്വൽ ടു 1 ആയിരിക്കും. തീറ്റ ഈക്വൽ ടു π/2 ആകുമ്പോൾ യു ഈക്വൽ ടു -1 വരും. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷനും ഇവിടെയുള്ള മൈനസും കൂടെ ചേഞ്ച് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പിന്നീട് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്. 16k/9 എന്നുള്ള ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇൻ്റഗ്രേഷൻ ഇവിടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പിന്നെ നമുക്കറിയാം ഇത് പോളാർ കോർഡിനേറ്റ്സിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ ടേക്ക് x ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് x ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ളതും y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് x ഈക്വൽ ടു ആർ കോസ് തീറ്റ ഇനി my കാണാനുള്ള ലാമിനയുടെ മൊമെന്റ്സ് കാണാനുള്ള ഫോമുല എന്ന് പറയുന്നത് my mx എന്നുള്ളതാണ്. my കാണാനുള്ള ഫോമുല ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു റോ എക്സ് വൈ റോ ഇൻറ്റു ഡി എ എന്നുള്ളതാണ്. റോയുടെ വാല്യൂ കെ ആർ എന്നുള്ളതാണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എ എന്നുള്ളത് വരുന്നത് ആർ ഡി ആർ ഡി തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ക്യൂബ് ഇൻറ്റു കോസ് തീറ്റ ഡി ആർ ഡി തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. ഇതിനെ വീണ്ടും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആർ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁴/4 എന്നുള്ള ഫോമിൽ വരും. ഇതിന് ലിമിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് sin⁴ 2 തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിലാണ് നമുക്ക് വന്നത്. അപ്പോൾ sin⁴
സൈൻ സ്ക്വയർ സൈൻ 2 തീറ്റ എന്നുള്ളതിനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. സൈൻ 2 തീറ്റ എന്നുള്ളതിനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഹോൾ റേസ് ടു 4 കോസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി. അപ്പോൾ സൈൻ റേസ് ടു 4 ഇൻറ്റു കോസ് റേസ് ടു 5 തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. ഇനി കോസ് റേസ് ടു 5 തീറ്റ എന്നുള്ളതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി. ഓക്കെ, ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ പിന്നീടുള്ള ഇൻ്റഗ്രേഷൻ വളരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതേപോലെ എം എക്സ് കാണുക. എം എക്സ് കണ്ടപ്പോൾ എം എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എം വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 512 k by 315 എന്നുള്ളതാണ്. ഇനി അതേപോലെ എം എക്സ് കാണുക. എം എക്സിൻ്റെ വാല്യൂ ഇതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെയിം തന്നെ 512 by 315 k എന്നുള്ളതാണ്. Therefore x bar is equal to 512 k by 315 divided by 16 k by 9 is equal to 32 by 35 ആണ്. ഇതേപോലെ y bar equal to നമുക്ക് കിട്ടുന്നത് 32 by 35 ആണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് 32 by 35 എന്നുള്ള ഈ ഒരു കോർഡിനേറ്റ് ആണ് സെൻറ്റർ ഓഫ് തന്നിട്ടുള്ള ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് വേരിയബിൾ റെക്ടാങ്കുലാർ ടു പോളാർ കോർഡിനേറ്റ്സ്. നമുക്ക് ചില ഇൻ്റഗ്രേഷൻസ് നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളാർ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളതിനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി എ ഈക്വൽ ടു ഡി എക്സ് ഡി വൈ എന്നുള്ളതാണ്. പക്ഷെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഡി എക്സ് ഡി വൈ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വരും. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളതിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റുന്ന സമയത്ത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം എടുക്കാം. യൂസ് പോളാർ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഡബിൾ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ 0 to 2 integral x to root of 8 minus x square 1 by 5 plus x square plus y square dy dx. ഓക്കെ, അപ്പോൾ ഇവിടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് വേരി ചെയ്യുന്നത് 0 to 2 ആണ്. എക്സ് വേരി ചെയ്യുന്നത് 0 to 2 ആണ്. y വേരി ചെയ്യുന്നത് x less than or equal to y less than or equal to 8 minus x എന്നുള്ളതാണ്. x less than or equal to y less than or equal to root of 8 minus x square എന്നുള്ളതാണ് yയുടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്യാം. y equal to root of, ഇപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാം. y equal to x നമുക്കറിയാം. y equal to x ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. y equal to root of 8 minus x square നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക y സ്ക്വയർ ഈക്വൽ ടു 8 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരുന്നത് ഒരു സർക്കിളാണ്. സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് √8 റേഡിയസ് വരുന്ന സെൻറ്റർ ഒറിജിൻ ആയിട്ടുള്ള സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 എന്നുള്ളത്. പിന്നെ y എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് y ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് y is greater than x and the value of y is less than or equal to root of പോസിറ്റീവ് റൂട്ട് ഓഫ് 8 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. എക്സിൻ്റെ വാല്യൂ 0 to 2 കൂടെയാണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ 0 മുതൽ 2 കൂടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ r വേരി ചെയ്യുന്നത് r ഈക്വൽ ടു 0 to r ഈക്വൽ ടു √8 എന്നുള്ളത് വരെ ആയിരിക്കും.
നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നുള്ള എക്സ് ഈക്വൽ ടു ആർ സ്ക്വയർ ഈക്വൽ ടു 8 എന്നുള്ള എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഈക്വൽ ടു 8 എന്നുള്ളതാണ് വരിക. ആർ ഈക്വൽ ടു √8 എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു √8 എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ആർ വരുന്നത് 0 ടു √8 വരെയാണ് വരുന്നത്. അതേപോലെ തീറ്റയുടെ ആർ ഈക്വൽ ടു 0 ടു ആർ ഈക്വൽ ടു √8 എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് തീറ്റ വരുന്നത്, ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ആർ വരുന്നത്. ഇനി ഒരു റീജിയൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീറ്റ എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യണം എന്നെടുത്തുമ്പോൾ തീറ്റ ഷുഡ് ബി വേരീസ് ഫ്രം തീറ്റ ഈക്വൽ ടു π/4 ടു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. തീറ്റ ഷുഡ് വേരി ടു π/4 ടു π/2 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. കാരണം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് വൈ ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിലെ ഈ ഒരു പോർഷനിലുള്ള റീജിയനെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട. റൈറ്റ് സൈഡിലുള്ള റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് π/2 തീറ്റയുടെ വാല്യൂ എപ്പോഴും മാക്സിമം വാല്യൂ വരാൻ പറ്റുന്നത് π/2 ആണ്. പിന്നെ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ ഉണ്ട്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് ഇൻക്ലൈൻ ചെയ്യുന്നത് 45 ഡിഗ്രി ആണ്. അപ്പോൾ 45 ഡിഗ്രി എന്ന് പറയുന്നത് π/4 ആംഗിൾ ആണ്. ഈ ഒരു ആംഗിൾ വരുന്നത് π/4 ആണ്. അപ്പോൾ ഇതിന്റെ മുകളിലാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ തീറ്റ ഈക്വൽ ടു π/4ഉം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു π/2ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് r ഈക്വൽ ടു 0 less than r less than or equal to √8 and π/4 less than or equal to theta less than or equal to π/2 എന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു റേ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് റീജിയൻ കറക്റ്റ് ആയി. ഇനി നമുക്ക് അതിന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള നമുക്ക് ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള dx dy ഈക്വൽ ടു നമുക്ക് r dr d theta എന്നുള്ളത് അറിയാം. 1/5² + x² + y² എന്നുള്ളതിന് നമ്മൾ x-ന് r cos theta y ഈക്വൽ ടു r sin theta എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² + y² ഈക്വൽ ടു r² എന്നുള്ളത് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/5 + r² × r dr d theta എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഇവിടെ ടെക്സ്റ്റിൽ ഇതിന്റെ ഇവാലുവേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 + r² എന്നുള്ളതിന് നമ്മൾ u കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1/2 എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു 2 എന്നുള്ളത് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ കറസ്പോണ്ട് 1/2 ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരുന്ന രീതിയിൽ നമുക്കിതിനെ അപ്പോൾ എടുക്കാൻ പറ്റും. 5 + r² എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരുന്ന രീതിയിൽ നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രലിൽ വരുന്നത് ലോഗ് ഓഫ് ദി ഡിനോമിനേറ്റർ. അപ്പോൾ ലോഗ് u എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ലോഗ് u എന്നുള്ള ഫോമിൽ എടുത്ത് നമ്മളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ലിമിറ്റും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിമിറ്റും കൂടെ u ഈക്വൽ ടു 5 + r² എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 5 to 13 എന്നുള്ള ലിമിറ്റ് വന്നിട്ടുള്ളത്. ഇത് വെച്ച് ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് π/8 × log 13/5 എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഈ ഒരു ഫസ്റ്റ് ഇന്റഗ്രൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. അവിടെ നമുക്ക് വാല്യൂസ് കിട്ടുന്നത് π/8 × log 13/5 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇനി സപ്ലിമെന്ററി പ്രോബ്ലംസ് ഒരുപാട് സപ്ലിമെന്ററി പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിൽ ഞാൻ നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.